ലോകരക്ഷകനായ ക്രിസ്തു യേശുവിൻ്റെ തിരുജനനമാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസ് കഴിഞ്ഞുപോയെങ്കിലും അതിൻ്റെ അലയൊലികൾ ഇനിയും അടങ്ങിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നത്തെ ഈ ക്രിസ്തുമസ് ആഘോഷം. പലയിടങ്ങളിലും ഇത്തരത്തിൽ ക്രിസ്മസും പുതുവത്സരവും ഒന്നിച്ച് ആഘോഷിക്കാറുണ്ട്. ഈ ആഘോഷത്തിനായി ഒത്തുകൂടിയ ഏവർക്കും YMCA വേറ്റനാടിൻ്റെ സ്നേഹോഷ്പളമായ ഹർഷം 2023 സ്വാഗതം. പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും വാർദ്ധക്യത്തിലെ സന്തോഷവുമാകുന്നു. എല്ലാ ആഘോഷങ്ങളുടെയും തുടക്കം പ്രാർത്ഥനയാവട്ടെ. സെൻറ്റ് ജൂഡ് മലങ്കര കാത്തലിക് ചർച്ചിലെ ഫാദർ വിൽസൺ തട്ടാരത്തുണ്ടിൽ നമ്മെ പ്രാർത്ഥനയിൽ വഴി നടത്തുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവ്വലോകത്തിൻ്റെയും സന്തോഷമായി സകല ജനത്തിൻ്റെയും രക്ഷകനായി മനുഷ്യനായി അവതരിച്ച ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ സ്നേഹവും കരുണയുമാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷം. ഇന്ന് അങ്ങയുടെ മനുഷ്യാവതാര പെരുന്നാളിൻ്റെ സന്തോഷം പങ്കിടുവാനായി ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഈ സന്തോഷത്തിൻ്റെ മൂലകാരണമായ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ഈ സ്ഥലത്ത് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. ഈ ആഘോഷ പരിപാടികളിൽ അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ സഹായവും അങ്ങയുടെ ശക്തിയും അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ സ്നേഹത്തിലും കരുണയിലും ജീവിക്കുന്നതാണല്ലോ ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യം തന്നെയാണല്ലോ ഓരോ ആഘോഷങ്ങളിലൂടെയും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങയുടെ മനുഷ്യ അവതാരത്തിലൂടെ ലോകത്തിന് സംലഭ്യമായ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ ആഘോഷങ്ങളും അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവങ്ങളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ ആഘോഷത്തിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ തൃക്കരങ്ങളിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഈ ആഘോഷ പരിപാടികൾ ഇവിടെ നടക്കുമ്പോൾ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും അതിനാൽ അനുഗ്രഹിക്കപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളെയും വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ അതിഥികളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരിലൂടെ ഈ ആഘോഷത്തിൻ്റെ സന്തോഷം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഘോഷത്തിൻ്റെ സൽഫലങ്ങളെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ വലിയ അനുഭവത്തിലായിരിക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന ക്രൈസ്തവ ഐക്യത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും കൂട്ടായ്മയായ YMCA പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ചുമതലക്കാരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ വേറ്റനാട് സെൻറ്ററിനെയും ഈ സെൻറ്ററിലൂടെ നടത്തപ്പെടുന്ന എല്ലാ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ശുശ്രൂഷകളെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം കർത്താവെ അനുഗ്രഹമാക്കി തീർക്കണമേ. ഇന്ന് നടക്കുന്ന എല്ലാ പരിപാടികളും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ആത്മീയമായ സന്തോഷത്തിനും ഉത്കർഷത്തിനും കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രമീകരണങ്ങളും അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് പോലെ പൂർത്തിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നൽകപ്പെടുന്ന സന്ദേശങ്ങളിൽ ഒക്കെ അവിടുത്തെ വലിയ വചനത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ സമാധാനത്തോടെ ഇവിടെ നിന്ന് എല്ലാവരും തിരികെ ഭവനങ്ങളിലേക്ക് മടങ്ങുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷമായ അങ്ങയുടെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും അനുഭവങ്ങൾ ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലൂടെ അനേകർക്ക് സന്തോഷവും സമാധാനവും നൽകുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനനത്തിൻ്റെ സമയത്ത് അറിയിക്കപ്പെട്ടതുപോലെ സ്തുതിക്കപ്പെട്ടതുപോലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ മനുഷ്യമക്കൾക്ക് സമാധാനം എന്നുള്ള സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പാലിക്കപ്പെടുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരെയും സ്നേഹിക്കുവാനും
എല്ലാവരോടും കരുണയോടുകൂടെ പെരുമാറുവാനും മറ്റുള്ളവർക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാരണമായി തീരുവാനും ഞങ്ങൾക്ക് കൃപയും ഭാഗ്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാധ്യസ്ഥത്തിൽ അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ പിതാവായ ദൈവമേ, എല്ലാ പ്രാർത്ഥനകളും കേട്ട് ഞങ്ങളെ എല്ലാവരെയും, പ്രത്യേകിച്ച് ഇന്നിവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും പരിപാടികളെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിണ്ണും മണ്ണും പൂത്തുലഞ്ഞ രാവിൽ ബേത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ ഉണ്ണിയേശു ഭൂജാതനായി. പ്രാരംഭ ഗാനം ആലപിക്കുന്നതിലേക്കായി മിസ് അക്ഷയ ബാലഗോപാലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യഹൂദിയായിലെ ഒരു ഗ്രാമ
ക്രിസ്തുമസ് രാവുകളുടെ ആർദ്രതയും പുതുവർഷത്തിൻ്റെ ഹർഷവും സമ്മേളിപ്പിച്ചുകൊണ്ട് ഹർഷം 2023 നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഏറ്റവും സ്നേഹവും സന്തോഷവും YMCAയ്ക്കുണ്ട്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനേക്കായി YMCA യൂത്ത് സെൻറ്റർ ചെയർമാൻ ശ്രീ ജോൺ കൊട്ടാര അവറുകളെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ വിൽസൺ അച്ഛൻ, ഇന്നത്തെ മുഖ്യ അതിഥി ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ്, ഇന്ന് നമ്മുടെ ഈ ഹർഷം 2023 ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള വെമ്പായം പഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീമതി ബീന ജയൻ, ആശംസകൾ അർപ്പിക്കുവാൻ എത്തിയിട്ടുള്ള ജനപ്രതിനിധികളായ ബീന അജിത്, പ്രഭാകുമാരി, വന്നു ചേർന്നിട്ടുള്ള ഏവർക്കും എൻ്റെ നമസ്കാരം. ഹർഷം 2023 ക്രിസ്മസ് പരിപാടി YMCAയുടെ ആഭിമുഖ്യത്തിൽ വേറ്റനാട് യൂത്ത് സെൻറ്ററിൽ ഇന്നിവിടെ നടക്കുകയാണ്. നാം ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്തു പിറന്ന ബേത്ലഹേം ഒരു കൊടും യുദ്ധത്തിൻ്റെ മൂർധന്യത്തിലാണ്. കുട്ടികളും സ്ത്രീകളുമടക്കം ധാരാളം ആളുകൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ആരാണ് ഈ ക്രിസ്തു എന്ന് നാം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞാൻ ജന്മവിശേഷങ്ങളൊക്കെ നമ്മുടെ മുഖ്യാതിഥി ഇന്നിവിടെ പ്രതിപാദിക്കും. ഞാൻ ക്രിസ്തുവിൻ്റെ അവസാന നാളുകളിലേക്ക് മാത്രം നിങ്ങളുടെ ഒരു ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആരാണ് ക്രിസ്തു, ആരാണ് യേശു എന്ന് അറിയുന്നതിന് വേണ്ടി. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ നമുക്കറിയാം, കേവലം 33 വർഷം മാത്രം ഭൂലോകത്ത് ജീവിച്ച ദൈവപുത്രൻ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ ഒരു ദിവസം തൻ്റെ ശിഷ്യന്മാരോടൊത്ത് പ്രാർത്ഥനയ്ക്ക് ഒത്തുകൂടി. ആ സമയത്ത് ശിഷ്യന്മാരോട് അദ്ദേഹം എല്ലാ സേവനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ വിശന്നിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് ആഹാരം തന്നു, ഞാൻ വസ്ത്രമില്ലാതിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു, ഞാൻ ദാഹിച്ചിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു, അതുപോലെ തന്നെ ഞാൻ സുഖമില്ലാതിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് ആതുര ശുശ്രൂഷിച്ചു. അപ്പോൾ ശിഷ്യന്മാർ പരസ്പരം നോക്കുകയാണ്. എന്നിട്ട് അവർ ചോദിച്ചു, ഗുരു, ഇതൊന്നും ഞങ്ങൾ അങ്ങേക്ക് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്തുവിൻ്റെ മറുപടി, ഏറ്റവും എളിയവരായ ആളുകൾക്ക് നിങ്ങൾ ചെയ്ത സേവനങ്ങളൊക്കെയും നിങ്ങൾ എനിക്ക് ചെയ്തവയാണ് എന്നാണ് ക്രിസ്തുവിൻ്റെ മറുപടി പറഞ്ഞത്. അതായത് ഈ ശിഷ്യന്മാർ ധാരാളം ആളുകൾക്ക് രോഗ ശുശ്രൂഷ നൽകി, അവർക്ക് ഭക്ഷണം നൽകി, അവർക്ക് വസ്ത്രം കൊടുത്തു തുടങ്ങിയ സേവനങ്ങൾ എളിയവരിൽ എളിയവരായ ആളുകൾക്ക് ചെയ്തിരുന്നു. ഇതൊക്കെ തന്നെ ദൈവത്തിന് ചെയ്തതാണ് എന്ന് ക്രിസ്തു അവരോട് പറഞ്ഞു. അതാണ് ഭാരത സംസ്കാരത്തിൽ നാം പഠിപ്പിച്ച മാനവസേവ, മാധവസേവ. ഈ സ്നേഹത്തിൻ്റെ ദൂത്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, നിങ്ങളുടെ അയൽക്കാരെ നിങ്ങളെപ്പോലെ സ്നേഹിക്കുക തുടങ്ങിയ സ്നേഹത്തിൻ്റെ വചനങ്ങൾ മാത്രം ഭൂലോകത്ത് നൽകിക്കൊണ്ടാണ് ക്രിസ്തു ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. അപ്പോൾ അതായിരുന്നു ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ ജന്മദിനമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ ഫാദർ വിൽസൺ തട്ടാരതുണ്ടിൽ, അദ്ദേഹത്തിന് തിടുക്കമുള്ള അത്യാവശ്യമായ ചില പ്രോഗ്രാമുകളിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നെനിക്കറിയാം. അദ്ദേഹത്തെ ആദ്യമായി നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
നമുക്കിന്ന് മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ളത് ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ്. അദ്ദേഹം നമ്മുടെ സമീപത്ത് തന്നെയുള്ള പെരിങ്ങൂർ ഗ്രാമത്തിൽ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ ചാനൽ അതിൻ്റെ സ്ഥാപകനും ഡയറക്ടറും ഒക്കെയാണ്. വേദശാസ്ത്രത്തിൽ വളരെയേറെ അറിവുള്ള അദ്ദേഹം നമ്മളോട് സംസാരിക്കും. ക്രിസ്തു ജനിച്ച ബെത്ലഹേമിലും യെരുശലേമിലും ഒക്കെ പല പ്രാവശ്യം യാത്ര ചെയ്ത് ഉള്ള ഒരു പരിചയം, എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ പ്രവർത്തിക്കുന്ന മ്യൂസിയം ഓഫ് വേർഡ്സ്, അത് കഴിവുള്ളിടത്തോളം നമ്മളെ ആളുകളൊക്കെ പോയി കണ്ട് ചരിത്രം പഠിക്കാൻ പറ്റിയ ഒരു മ്യൂസിയമാണ്. നമ്മളൊക്കെ പോയി കാണണം. നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു സംരംഭമാണത്. വിജ്ഞാനത്തിനും വിനോദത്തിനും 24 മണിക്കൂറും സേവനം ചെയ്യുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ വളരെ ഉചിതമായി അദ്ദേഹം ഇന്ന് നമ്മുടെ ഈ ചെറു ക്രിസ്മസ് യോഗത്തിൽ പങ്കെടുക്കുകയും ഇന്ന് ക്രിസ്മസ് ദിന ആശംസകൾ നേരുന്നതിന് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹത്തോട് ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സിസ്റ്റർ റെജിയും എത്തിയിട്ടുണ്ട്. രണ്ടുപേരെയും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ പ്രാരംഭ ഗാനം പാടിയ അക്ഷയ, അതുപോലെ വിവിധ ചർച്ചുകളിൽ നിന്ന് CSI ചർച്ച് വട്ടപ്പാറ, സിയോൻ കുന്ന് CSI ചർച്ച്, സെൻറ്റ് ജൂഡ് മലങ്കര കാത്തോലിക് ചർച്ച്, സാൽവേഷൻ ആർമി ചർച്ച്, CSI ചർച്ച് വട്ടപ്പാറ തുടങ്ങിയ ഹെവൻലി ലൈറ്റ് മിനിസ്ട്രീസ്, ഇവരൊക്കെ തന്നെ ഇന്നിവിടെ കരോൾസ് പാടുന്നതിനും മറ്റ് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനുമൊക്കെ എത്തിയിട്ടുണ്ട്. അവരെ എല്ലാം സ്വാഗതം ചെയ്യുന്നു. അതിനുമപ്പുറം മുഖ്യമായി ഞാൻ പറയേണ്ടത്, ഇന്ന് ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിയിട്ടുള്ള ശ്രീമതി ബീന ജയൻ, പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. നമ്മളുടെ എല്ലാ പരിപാടികളും നമ്മളോടൊത്ത് പ്രവർത്തിക്കുന്ന ശ്രീമതി ബീന ജയന് നിങ്ങളുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെയാണ് ജനപ്രതിനിധികളായ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ബീന അജിത്ത്, ശ്രീമതി പ്രഭാകുമാരി, ഇവരൊക്കെ തന്നെയും നമ്മളോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ്. പ്രത്യേകം സ്വാഗതം പറയേണ്ടവരല്ല, എങ്കിൽ പോലും സ്വാഗതം ആശംസിക്കുന്നു നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ. YMCAയിൽ നിന്ന് എത്തിയിട്ടുള്ളവർ, ബോർഡ് മെമ്പേഴ്സ്, മറ്റ് ഉടനെ തന്നെ നമ്മുടെ ജനറൽ സെക്രട്ടറി എത്തുന്നതായിരിക്കും. മറ്റ് പല വ്യക്തികളും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവരെയൊക്കെ തന്നെ സ്വാഗതം ചെയ്യുന്നു. ലഫ്റ്റനൻറ്റ് അനിൽ അയ്യ, സാൽവേഷൻ ആർമി ചർച്ച് വെങ്കോട്, അദ്ദേഹവും ഇന്നിവിടെ നമ്മളോടൊപ്പം സന്നിഹിതനാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടുതൽ സമയമെടുക്കുന്നില്ല. നിങ്ങൾ എത്തിയിരിക്കുന്നത് ഇന്നിവിടെയുള്ള മെസ്സേജ് കേൾക്കുന്നതിനും അതുപോലെ സംഗീതം, കരോൾ സംഗീതങ്ങൾ ആസ്വദിക്കുന്നതിനുമാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി എൻ്റെ സ്വാഗതം അറിയിച്ചുകൊണ്ട് ഒരു പുതുവത്സരം കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി CSI ചർച്ച് വട്ടപ്പാറ CYF അപർണ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഡാൻസ്. സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി സ്വർഗം താണിറങ്ങി
സ്നേഹദീപം പിറന്ന രാവിൽ വഴി തെളിച്ചു താരകങ്ങൾ സ്നേഹദീപം പിറന്ന രാവിൽ വഴി തെളിച്ചു താരകങ്ങൾ വൈകരുതേ രാജാക്കളെ സ്വർഗത്തിൻ ദാനമായിതാ കനിവിൻ സൂര്യൻ ഹൃദയരാജൻ പുൽക്കൂട്ടിൽ മയങ്ങുന്നു സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി 살금살금 같이 발굴뚝 위로 올라가 살도 좋고 현시자가 크리스마스 이브 Feliz Navidad, Feliz Navidad. I can feel the evil coming, but Felix never bad. 오늘은 특별한 날 그 누구도 훔칠 수 없어 그림자들이 날 덮쳐 Let me sing a Christmas song. മനോഹരമായ നൃത്തം അവതരിപ്പിച്ച CSI ചർച്ച് വട്ടപ്പായിലെ കൂട്ടുകാർക്ക് നന്ദി. ഹർഷം 2023 ഉദ്ഘാടനം ചെയ്യുവാനായി വെമ്പായം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബീന ജയനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹർഷം 2023 ക്രിസ്മസ് പുതുവത്സര ആഘോഷ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ ചെയർമാൻ യൂത്ത് സെൻറ്റർ വേറ്റനാട് ജോൺ ജി കൊട്ടാര, ഈ പരിപാടിക്ക് സന്ദേശം നൽകാനും മുഖ്യ അതിഥിയുമായി എത്തിച്ചേർന്നിട്ടുള്ള ബ്രദർ ഡോക്ടർ മാത്യു വർഗീസ്, ഏറെ പ്രിയങ്കരിയായ ബ്ലോക്ക് വേറ്റനാട് ഡിവിഷൻ മെമ്പർ ബീനാജിത്ത്, മൊട്ടമൂട് വാർഡ് മെമ്പർ ഏറെ പ്രിയങ്കരിയായ ഒ പ്രഭാകുമാരി, ഈ വേറ്റനാട് YMCAയുടെ ചാർജ് വഹിക്കുന്ന ഷാജികുമാർ, ഏറെ പ്രിയങ്കരായ വനിതാവേദിയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഇവിടെ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ, അതിലേറെ പ്രിയങ്കരായിട്ടുള്ള മറ്റ് ചർച്ചകളിൽ നിന്ന് ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള കൂട്ടുകാർ, ഏറെ പ്രിയപ്പെട്ടവരെ, 2023 YMCA ക്രിസ്മസ് പുതുവത്സര ആഘോഷിക്കുന്ന ഈ വേളയിൽ ആദ്യമേ തന്നെ ഈ പരിപാടി വളരെ സന്തോഷത്തോടു കൂടി ദൈവത്തിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കൊള്ളുന്നു. ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നതിലുപരി ഞാൻ ഈ പ്രദേശവാസി കൂടിയാണ്. ഈ YMCAയുടെ വികസനത്തിന് എല്ലാം കണ്ടു വളർന്നു വരുന്ന ഒരു യുവതി കൂടിയാണ്. നമുക്ക് അധ്യക്ഷയായതിന് ശേഷം, ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷയായതിന് ശേഷം നമുക്ക് ഈ YMCAയിലൂടെ ഞങ്ങൾക്ക് വാർഷിക പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ച് കുറേയേറെ പദ്ധതികൾ, ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവമായാലും വയോജന കലോത്സവമായാലും ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ പദ്ധതികളായ ഗെയിം ഫെസ്റ്റ്, അതുപോലെ അങ്ങനെയുള്ള പരിപാടികളെല്ലാം നടത്തുന്നതിന് എനിക്ക് YMCA വലിയ ഒരു അനുഗ്രഹമായിട്ട് വന്നിട്ടുണ്ട്. കാരണം നമുക്ക് മിക്ക പരിപാടികളും ഇവിടെ സംഘടിപ്പിച്ച് നടത്തുന്നതിന് ഇവിടുത്തെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഈ YMCA നടത്തിവരുന്ന ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങൾ എന്ത് പരിപാടി ഉണ്ടായിരുന്നാലും അത് സമയബന്ധിതമായിട്ട് നടത്തി അതിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം എത്തേണ്ട കൈകളിൽ എത്തിക്കുന്നതിന് YMCA നടത്തുന്ന പ്രവർത്തനങ്ങൾ ആരെയും കൂടുതൽ എടുത്തു പറയേണ്ടതായിട്ടില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ക്രിസ്മസ് പുതുവത്സര ദിനത്തിൽ ഇന്ന് ഇവിടെ വിവിധ തരം പരിപാടികൾ, പലതരം ചർച്ചകളെ കോർത്തിണക്കിക്കൊണ്ട് നല്ല വർണ്ണശബളമായ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അത് പൂർണ്ണമായും കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്നിരുന്നാലും സമയം കുറവാണ്, വേറെ പരിപാടികളിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും
ഇന്നിവിടെ നടക്കുന്ന എല്ലാ പരിപാടിക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വർഷം തോറും ക്രിസ്മസ് ആഘോഷിക്കപ്പെടുമ്പോൾ അത് ക്രിസ്മസിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഒരു ചടങ്ങാണ്. मैं हो गई बावरिया मैं उसकी दुल्हनिया